ഞാൻ ഹെൽപ്പിങ്ങിന് വേണ്ടി വന്നതാ. ഹെൽപ്പറോ? ഈ വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനെ ഉപയോഗിക്കാന്ന് പറയത്തില്ല. ഫുള്ള് ചെളി പിടിച്ച് ഒരുമാതിരി ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുക. നല്ല സുഖമുണ്ട്. നല്ല അമർത്തി കഴിവടി ഇങ്ങോട്ട്. പിന്നെ പോത്തോ അമർത്തി കഴുകാൻ? ഈ ഗ്ലാസിന്റെ ഇവിടെയൊക്കെ കഴിവടി അങ്ങോട്ട്. കൂടുതൽ പറഞ്ഞാൽ ഞാനിപ്പം ക്യാമറ കഴുകി തരും. ഫ്രണ്ട്സ്, ഒരു നല്ല മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് അല്ല, ശരിക്കും ഇവിടെ 11 മണിയായി. 11:11:30 ആയി. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ ഹെവി വ്ളോഗ്. ശരിക്കും ഇന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് അൺക്ലീൻ ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര അലമ്പാണ്. ഇവിടെ മഴ തുടങ്ങിയോണ്ട് ഫുള്ള് ചെളിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഷൈജു ബ്രോയുടെ അടുത്തോട്ട് പോയിട്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അവിടെ ആണെങ്കിൽ പ്രഷർ വാഷും വണ്ടി ക്ലീൻ ചെയ്യുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. പിന്നെ നമ്മൾ വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു വാക്വം ക്ലീനറൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളുടെ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല ഇത് ക്ലീൻ ആണോ ഇല്ലയോ എന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. Brothers my guys, know that they fly, know that they ride or die. I keep boys by my side, CJ Ack, now I gotta roll with ice. Cody's brothers my guys, know that they fly, know that they ride or die. I keep boys by my side, CJ Ack. കണ്ടോ, ഈ സൈഡ് ഭയങ്കര വൃത്തികേടാണ്. ഈ സൈഡ് കണ്ടോ, മൊത്തം ചെളി അടിച്ചിട്ടതാ കണ്ടോ, ഫുള്ള് ചെളിയിൽ വീണതാ. ഇവിടെ നമ്മൾ ഈ കൗണ്ടി സൈഡിലെ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ചിലയിടത്ത് ഇങ്ങനെ ചെറിയ കറുത്ത ചെളികൾ കാണുമേ. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇരുന്നിട്ട് ചിലപ്പം തുരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നമ്മുടെ റോക്കിയാണ്, റോക്കി നമ്മുടെ ഫസ്റ്റ് കാർ. കണ്ടോ, ഇതിനകത്ത് ഇതൊരു ബോക്സാണ്, സ്റ്റോറേജ് ബോക്സ്. ഇതിനകത്താണ് നമ്മുടെ കാറിൻ്റെ ട്രിമ്മറും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഇട്ടേക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളും ഒന്നും മിസ്സാവത്തില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് റൂം മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇതിനകത്ത് കാറിൻ്റെ വാക്വം ക്ലീനർ, പിന്നെ നമ്മുടെ മസാജർ, അതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. കാറ്റഗറൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുക, അതാണ് എൻ്റെ മെയിൻ പരിപാടി. അതായത് കണ്ടോ, ഇതാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുന്ന സാധനം, വാക്വം ക്ലീനർ. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് അറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അറ്റം. നമുക്ക് ഇതുകൂടെ എടുത്തേക്കാം. Now I gotta ride or die.
ഇവിടെ കഴുകിയോ ഷൈജു? ഇത് കഴുകിയായിരുന്നോ? ഇപ്പൊ കഴുകി. ആ ചാണകത്തിൽ ഓടിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷൈജു ബ്രോയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ ഇതാ ബാക്ക് സൈഡിൽ ഇവരിവിടെ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, കണ്ടോ, പ്രഷർ വാഷ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കുറേ പരിപാടിയുണ്ട് ഇതിനകത്ത് തന്നെ. നമുക്ക് ഇതേ സെറ്റപ്പ് തന്നെ നമുക്ക് ഇവിടെ കടയിൽ കൊടുത്ത് അവരും ചെയ്തു തരും. എന്ന് വെച്ചാൽ അവരുടെയിലും പ്രഷർ വാഷറുണ്ട്, പിന്നെ ഇതുപോലെ ഷാമ്പൂ അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന സോപ്പ് സൊല്യൂഷനും എല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കടയിൽ കൊടുത്താലും അവർ ചെയ്തു തരുന്ന സെയിം പ്രൊസീജിയർ തന്നെ നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മളിവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഇനി എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. ഞാൻ ഹെൽപ്പിങ്ങിന് വേണ്ടി വന്നതാ. ഹെൽപ്പറോ? ഈ വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനെ ഉപയോഗിക്കാന്ന് പറയത്തില്ല, ഫുള്ള് ചെളി പിടിച്ച് ഒരുമാതിരി ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുക. ചാണകത്തിൽ കൂടെ ഓടിച്ച പോലെ ഇരിക്കുക. ചാണകമല്ല, വേറെ ഏതെങ്കിലും കൂടെ കണ്ട് ഓടിച്ച പോലെ. അത് കാണിച്ചു കൊടുത്തേ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ക്ലീനായി. ഇതിങ്ങനെ എടുത്തോണ്ട് മാറണം അല്ലേ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സർവീസിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വെച്ച് അടിച്ചാലേ ഈ അടിയിൽ അകത്ത അഴുക്കൊക്കെ പോകത്തുള്ളൂ, അല്ലെങ്കിൽ പോകും. ഒത്തിരി നീക്കല്ലേ ഇത് ഇവിടെ ഇതാവും. വയറത്ര ഇരുന്നും കിടന്നു നോക്കിയാണ് ക്ലീൻ ചെയ്യുന്നത്. വെടി വെക്കുന്നതല്ല. ഇനി സോപ്പിട്ട് എന്തോ കഴിയണ്ടേ? ഫ്രണ്ട്സ്, ഇതിൻ്റെ നോസിൽ മാറ്റുന്ന സെറ്റപ്പാണിത്. ഇത് ഫ്ലോർ കഴുകാനുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിപ്പം പോയിന്റ് ചെയ്ത് വരുമോ? ഇത് കറങ്ങും. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൊരു സോപ്പ് സൊല്യൂഷൻ വെക്കുക. ഇതെന്തോ ഷാമ്പു ആണോ? ഇത് കാർ വാഷ് തന്നെ. കാർ വാഷിൻ്റെ ഒരു ഫോം ഉണ്ടാകും. ഫുള്ള് സോപ്പായത്. ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കളയല്ലേ വിഷു, കളയല്ലേ? ഇതാണ് ഇനി ഇത് വെച്ച് കഴുകുന്ന സാധനം. ഇത് മൊത്തം പതയാ, സോപ്പ്. അപ്പൊ ഇത് വെച്ച് നമ്മളിങ്ങനെ മാനുവലി ചെയ്ത് കൊടുക്കണം. എല്ലാവരും പോകുമ്പോൾ നമ്മൾ തന്നെ, ഞാൻ തന്നെ കഴിവെന്ന് പറയുന്ന പോലെ, ക്യാപ്റ്റൻ്റെ CID മൂസ പറയുന്ന പോലെ
ഈ സംഭവം മാത്രം നമ്മൾ മാനുവലി ചെയ്യണം. ഞാൻ കുറച്ച് ഞാൻ ചെയ്യാം. വേണ്ട, ഇച്ചിരി ഞാൻ ചെയ്യാം. എനിക്ക് ചെയ്യണം. വേണ്ട, അടി ഞാൻ ചെയ്യത്തില്ല, മോള് ചെയ്തു തരാം. കഷ്ടപ്പെട്ടതാ. ഒരു മിനിറ്റ്. ക്ഷീണിച്ചോ? നല്ല സുഖമുണ്ട്. പതുക്കെ അല്ല, നല്ല അമർത്തി കഴിവടി ഇങ്ങോട്ട്. പിന്നെ ഇതെന്നാ പോത്തോ അമർത്തി കഴിവാൻ? ഈ ഗ്ലാസിന്റെ ഇവിടെയൊക്കെ കഴിവടി ഇങ്ങോട്ട്. കൂടുതൽ പറഞ്ഞാൽ ഞാനിപ്പം ക്യാമറ കഴുകിത്തരും. അടി വെച്ചു ഇങ്ങനെ വെറുതെ തേക്കുമല്ല ചെയ്യേണ്ടത്. ഇതേ ആനയോ പശുവോ പോത്തോ ഒന്നുമല്ല, ഒരച്ച് കഴുകാൻ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തേക്ക് കൊടുക്കും. ഇങ്ങോട്ട് തേങ്ങ കഴിയും. ഇതാണ് നമുക്ക് കൂടുതൽ അഴുത്തം. ലാസ്റ്റിൽ വേണം വീല് കഴുകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വീലിലെ പൊടികൾ മണ്ണുകളൊക്കെ നമ്മൾ ബോഡിയിൽ വെച്ച് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വീല് കഴുകുന്നത് നല്ലത്. ഷൈച്ചേട്ടൻ്റെ വണ്ടിയുണ്ടോ? നല്ല വൃത്തിക്ക് ഷൈനിങ് ആയിട്ട് എപ്പോഴും കഴുകും. വീല് കഴുകാൻ ഒരു ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റാല്ലേ. വീല് പിന്നെ അങ്ങനെ ഇരിക്കത്തില്ലല്ലോ, വീണ്ടും ഓടുമ്പം. അതല്ല ദേ ഇവിടൊക്കെ അതല്ല വിഷു, ദേ ഇവിടെ ഇരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ. വേണ്ട വേണ്ട, ഇതിൻ്റെ ഇടയിൽ എന്തോണി ചാടുന്ന ഇപ്പൊ കാണാം. ഇതുവഴി വേന്തോണി അതുവഴി ഹെൽപ്പ് ചെയ്ത് കൊടുക്കടാ, ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാർവാഷി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ. ഇതുവഴി വാ, ഇങ്ങി വാ, ഇതുവഴി വാ. അടിക്കട്ടെ എന്നാലേ? വേണ്ട, ഒന്ന് അടിക്കാൻ ഇത് തല കാണിക്കുന്നു. ഇനിയിപ്പോൾ റൂഫിൽ നിന്ന് നമ്മൾ താഴെ എന്ത് കുത്തേണ്ട പിടിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അവിടെ ഞാൻ പിടിയുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. അവിടെ നാടുണ്ട് ഇറങ്ങുന്ന ഷോപ്പ്. Time it is. Marvin Devine, Huber, Axel, and you know how we do. Yeah, I got the juice. Whip game cool, make them look like cool. Always play cool, that's the biggest rule. Fuck that, what they doing, keep on
അപ്പോൾ ഷൈജു ബ്രോ, നമ്മൾ ഈ പ്രഷർ വാഷ് വാങ്ങിയിട്ട് എത്ര നാളായിരുന്നു ഇവിടെ? ഇതിപ്പോൾ വാങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. 2 വർഷമായി അല്ലേ? അപ്പോൾ ഏകദേശം എത്ര രൂപയാണ് ഇതിന് വില? അതിനൊരു 10-200 രൂപ വരുന്നുണ്ട്. ആ ലിഡിലോ ആണോ? എവിടെ നിന്നല്ല? ഇത് B&Q വാങ്ങിയതാണ്. B&Q. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഐറ്റംസ് കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗ്യാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി വാഷ് ചെയ്യാനൊന്നും ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ ലിക്വിഡ്, ആ വാഷ് ഒന്ന് കാണിക്കാം. ലിക്വിഡ് ഏതൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്തത്? നമ്മൾ ഇതാണ് പോളർ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോഗ്ലിമിൻ്റെ ഇതാണ്. ഓക്കെ. സ്നോ ഫോം എന്ന് പറയുന്നൊരു സാധനം. അതാണ് ആ ഫോം പോലെ പത പോലെ അടിച്ചത്. ബാക്കിയുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഇപ്പോൾ ഷാമ്പു, നമ്മൾ കൈ കൊണ്ട് കഴുകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാനുള്ള ഷാമ്പു. ഓക്കെ. അത് പോളിഷ്, ഇത് വാക്സ്, പിന്നെ അത് ഇൻറ്റീരിയറിൻ്റെ ലെതറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇൻറ്റീരിയർ. ഈ പോളിഷ് എന്താണ് ഐറ്റം? അത് കൂടി നല്ല ഗ്ലോസി ആയിട്ട്. മറ്റേത് കഴുകിയതിന് ശേഷമുള്ള വാക്സ് ഇടാനുള്ളത്. അത് നമുക്ക് നനഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇടാവുന്നതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ട്രിമ്മും അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ ഇല്ല, റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ, അതിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ ഇത് എൻജിൻ പാർട്ടും കാര്യങ്ങൾ, എൻജിൻ പേരൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേ ആണ്. ഓക്കെ. പിന്നെ ഇതും ഒക്കെ പോളിഷിങ്ങിനും. ഇത് ലെതർ കെയർ ബാം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കണ്ടീഷണർ പോലെ തന്നെയുള്ളത്. ഓക്കെ. ഷൈജു ബ്രോ എന്താ ഇതൊക്കെ വാങ്ങി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഷൈജു ബ്രോയ്ക്ക് ഒരു BMW ഉണ്ട്. അപ്പൊ അത് ഭയങ്കര കൊച്ചിനെ പോലെ കെയർ ചെയ്യുന്നല്ലേ? അതെ. കാണിച്ചിരുന്ന ഈ വണ്ടിയില്ലേ, നല്ല ഗ്ലേസിങ്. എപ്പോൾ വന്ന് നമ്മൾ കണ്ടാലും നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. അപ്പോൾ വണ്ടി നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് ഷൈജു ബ്രോ. അതുകൊണ്ട് ഷൈജു ബ്രോയ്ക്ക് ഇങ്ങനെയുള്ളതിന് നല്ല അറിവാണ്. അപ്പം എനിക്കാണെങ്കിൽ വണ്ടിയെക്കുറിച്ച് ABCD അറിയത്തില്ല. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഷൈജു ബ്രോയുടെ അടുത്താണ് ചോദിക്കുന്നത്. അതിൻ്റെ എഞ്ചിനൊന്ന് തുറന്ന് കാണിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടിയുടെ എഞ്ചിൻ ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പൊടിയാണോ? എഞ്ചിനല്ല, എൻ്റെ ബോണറ്റ് കേട്ടോ. കണ്ടോ, ബോണറ്റ് വരെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും എന്തൊക്കെയോ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഓയിലും അതും ഇതൊക്കെ വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു. എനിക്ക് കുറേ ആളെ ഞാൻ ക്ലീൻ ചെയ്തിപ്പോൾ സമയം കിട്ടാത്തത്. ഓക്കെ. ശരിക്കും ഇങ്ങനെ വേണം വണ്ടി ക്ലീൻ ചെയ്യാൻ. അപ്പം നമ്മൾ വണ്ടിയുടെ അടുത്ത് മാക്സിമം സിൻസിയറായിട്ട് നിൽക്കും, വണ്ടി നമ്മളെ അടുത്ത് സിൻസിയറായിട്ട് നിൽക്കും. അതാണ് എൻ്റെ ഒരു ഇതല്ലേ? ശരി അല്ലേ? ഇത് ശരിക്കും ഞാൻ പറയാറുണ്ടല്ലോ ആൾക്കാർ, എന്താ വെച്ചാൽ മെഷീൻ വിത്ത് എ സോൾ എന്ന് പറയും. ശരിക്കും കൊള്ളാം. ഇത് രമ്യ ചേച്ചി ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടാണ്. അടിപൊളി സാധനം, നല്ല ടേസ്റ്റ്. ഐസ്ക്രീം അല്ല, ഈ അടിയിൽ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ്, പിന്നെ ഇത് കുക്കിംഗ് ക്രീം, 2 എന്താ നമ്മുടെ സ്ട്രോബെറി. പക്ഷെ നല്ല നല്ല ടേസ്റ്റ്. എനിക്കൊരു ചിരി തന്നെ കട്ടിയുള്ളേ പൊടിഞ്ഞിങ്ങനെ പോകും. നല്ല ടേസ്റ്റ് അല്ലേ? കൊള്ളാം കേട്ടോ, സൂപ്പർ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെന്താ ഐറ്റം? പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എൻ്റെ പേരെന്താണ്. കണ്ടുണ്ട്. എന്താണ് എൻ്റെ പേര്? പൗലോവ. തോർത്തി കൊടുക്കുന്ന പോലുണ്ട്. സ്വന്തമായിട്ട് ഇത്രയും നന്നായിട്ട് തോർത്താറില്ല അല്ലേ? ആ കണ്ണാടി തുടയ്ക്കുന്നില്ലേ? വാട്ട്സ് യുവർ നെയിം? നേരെ പറ. അന്തോണി, ഇനി വന്ന ഒരു കാര്യം കാണിക്കാം. ഇത് അന്തോണിയുടെ ടോയ്സ് ഒക്കെയാണോ?
അന്തോണിയുടെ ചെയറാ? ഇത് അന്തോണിയുടെ ലാപ്ടോപ്പ് അല്ലേ? എന്തേത്? ഒന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ആ കസേര ഇരുന്നിട്ട് പറ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേ. മടിയെടുത്ത് വെക്ക്, മടിയിലെടുത്ത് വെക്ക്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യും അന്തോണി? ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വാക്വം ടെസ്റ്റ് ചെയ്യുകയാണ്. വാക്വം ടെസ്റ്റ് ചെയ്യുക, കാർ വാക്വം. പോകുന്നുണ്ട് കേട്ടോ എല്ലാം. ക്ലീനിങ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കാറിൻ്റെ. ഇതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നു. ഇവിടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുവിധം ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പം ഈ മാറ്റ്, തറ കിടക്കുന്ന മാറ്റൂടെ ജസ്റ്റ് തട്ടിക്കുടഞ്ഞ് അകത്തോട്ടിടാൻ പോവാം. അത് ഞങ്ങൾ കഴുകുന്നില്ല, കാരണം ഇത് ഇപ്പം വിൻ്റർ ആയതുകൊണ്ടേ അകത്ത് ചിലപ്പം കഴുകിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് തട്ടിയിട്ട് അകത്തോട്ട് തന്നെ ഇടാനാണ്. അപ്പോൾ ഇതാണ് ഫുള്ള് ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള രൂപം. I've been making loot since like 22. Ask me how I made it right here in the booth. I'm always pursued cause of what I pursue. That's greatness, yeah, I gotta make it, I got things to lose. Boy, wanna get in my crew, but you can't get in my crew. ഇവിടെ ഇതിൻ്റെ ഇതിരിപ്പുണ്ട്. Me selling Uber way too fireable. When this joint drop, better call the troops. And when you hear the drop, better raise the roof. Better raise the roof. You already know what happens when we link up. Let's go. Yeah, I got the juice. Yeah, I got the juice. Whip game cool, make them look like cool. Always play it cool, that's the biggest rule. Forget what they doing, keep on doing. ഫ്രണ്ട്സ് ഇത് ഷൈജുബ്രോയുടെ വീട്ടിൻ്റെ അവിടെയുള്ള മുകളിലത്തുള്ള ആറ്റിക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ തട്ടുംപുറം നമ്മുടെ നാട്ടിലെ. അപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. വലുതാണോ? മേളിൽ പിടിച്ചറിഞ്ഞാൽ ഊരി പോകും. ഇവിടെ പിടിക്കാം. പിടിച്ചു. അവിടെ നിൽക്കിട്ടാ. നീ ഉണ്ടോ? സ്റ്റാറൊക്കെ ഉണ്ടോ? അതിന്റെ അകന്ന് കാണിച്ചേ. എന്നാ പിടിച്ചേ, ജസ്റ്റ് ഒന്ന് കറക്കി കാണിച്ചു. അല്ല വെറുതെ ഒരു കിറ്റ് തന്നാൽ മതി. Boy, wanna get in my crew, but you can't get in my crew. Me selling Uber way too